നല്ല പുള്ളിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പാരലലി നമുക്കൊരു പാനില് ഇതൊക്കെ ഒന്ന് വേവിക്കാം, ഒന്ന് വറുത്തെടുക്കാം. വേവിക്കാനല്ല, വറുത്തെടുക്കാം. ഇവിടെ ഞാൻ പാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയമുണ്ട്, ഇതൊക്കെ ആയി വരട്ടെ. അല്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ആക്കി വെക്കാം. ശരി, നെയ്യ് എന്തിയേ? നെയ് വാ അമ്മ. അയ്യോ, ഇത് കത്തിക്ക്. അയ്യോ, ഷൂട്ട് ചെയ്യുമ്പോൾ തോക്ക് വെച്ച് ഗൺ. രക്ഷപ്പെട്ടു. അതെ, ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഈ ഇങ്ങനെ സോസ് പാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണ്ട കേട്ടോ. ഇങ്ങനെ വെച്ചാൽ മതി, വേറെ ഒന്നല്ല, മറിഞ്ഞു വീഴും. ഇതിങ്ങനെ തട്ടി അവസാനം നമ്മുടെ മേത്തോട്ട് ചാടും. ശരിയാ. അപ്പോൾ ബി കെയർഫുൾ. നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണം. ഈ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ വാല് വെക്കും. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ചിലപ്പോൾ ചട്ടുകം തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ തട്ടിയിട്ടോ നമ്മുടെ മേത്തേക്ക് ഇത് വീഴും. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത്. ചേച്ചി എന്നിട്ട് പറ, ചേച്ചിയുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സിനിമാ വിശേഷങ്ങൾ ഓണത്തിന് റിലീസ് ഒന്നുമില്ല, പക്ഷെ ഓണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ദൃഢം റിലീസ് ആവുകയാണ്. ഷെയ്ൻ നിഗമാണ് ഹീറോ. അതില് മാർട്ടിൻ ജോസഫ് ആണ് ഡയറക്ടർ. പ്രൊഡ്യൂസേഴ്സ് നമ്മളുടെ ജീത്തു ജോസഫ് സാറ് ഒരു പ്രൊഡ്യൂസർ. ദെൻ സാറിന്റെ പ്രൊഡക്ഷൻ ആണ് ബെഡ് ടൈം സ്റ്റോറീസ്. പിന്നെ E4 എന്റർടൈൻമെന്റ്സ്, അവരാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നെയ്യ് വെക്കാമേ. ഇത് നമുക്ക് കുറച്ച് വെക്കാമേ, അല്ലെങ്കിൽ മൊത്തം കരി. അപ്പം ദൃഢമാണ് ഉടനെ റിലീസ് ആവാനുള്ള ഒരു സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ട് വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ബിജു ചേട്ടനും ജോജു ചേട്ടനും മെയിൻ സ്റ്റാർസ് ആയിട്ടുള്ള ചൂടാവുന്നുണ്ട്, കളിക്കുന്നുണ്ട് സിനിമയാണ് വലതുവശത്തെ കള്ളൻ. അപ്പൊ അതും ഇപ്പൊ ഡബിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്റെ പോർഷൻ ഡബ് ചെയ്ത് തീർന്നു. അപ്പൊ ഇത് രണ്ടുമാണ് സിനിമയില് ഉടനെയുള്ള വിശേഷങ്ങൾ. പിന്നെ വേറെ വലിയ വിശേഷങ്ങളുണ്ട്, അത് പക്ഷെ ഇപ്പൊ റിവീൽ ചെയ്യാറായിട്ടില്ല. ഇപ്പൊ പറഞ്ഞാൽ എന്നെ ഓടിക്കില്ല. അപ്പൊ അതുണ്ട്. പിന്നെ സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു. എന്റെ കവർ സോങ്സ് ഒക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കണ്ട് കുറെ പേരൊക്കെ കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏലക്കാണോ കിസ്മിസും കശുവണ്ടി എടുക്കട്ടെ, തിളപ്പിക്കണം. അല്ല, ഞാൻ പറയാമെന്ന് എന്നാന്നറിയാവോ, ഇതുപോലെ പായസം, ആയുർവേദ മരുന്നുകള് ഒക്കെ ഉണ്ടാക്കുമ്പോ എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശ്രീന്ന് എഴുതണം. സീന്നോ? ശ്രീ എന്ന് എഴുതുമ്പോ അത് നന്നായിട്ട് വരും. മലയാളത്തിൽ ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം എന്നാണ്. അപ്പൊ നമ്മള് പൊതുവെ ഈ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ, അതായത് അമ്മയുടെ വീട്ടിലൊക്കെ പണ്ട് ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം, ആയുർവേദ മരുന്നുകളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഈ ഇതുപോലെ പായസം ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മള് പൊതുവെ അടുത്ത് ഇത് ഇടുകയാണേ. അത്ര മതിയോ? മുഴുവട്ടെ, കാഷ്നട്ട് അത്ര മതിയോ? മുഴുവട്ടേക്കാം അല്ലെ? മുഴുവട്ടേക്കാം. ഇതിലും കുറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ശ്രീന്നാ കണ്ട അത് ശ്രീ ആക്കി കഴിഞ്ഞു. ഇത് വേണ്ടേ നേച്ചി? കുറച്ചോടാ ഇടാം അല്ലെ? ഏലക്കയും കൂടെ ഉണ്ട്. ഏലക്ക ലാസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഭയങ്കര ബലൂൺ പോലെ വീർക്കും. ഓക്കെ, ബലൂൺ പോലെ വീർക്കണ ഇതാ. ഏലക്കയും ബലൂണാവൂലേ? അപ്പൊ നമ്മളുടെ കിസ്മിസ് നെയ്യില് നല്ല ബലൂണായി. അതെ, ഈ സോസ് പാന്റെ വാലിങ്ങനെ നമ്മൾ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അല്ലാത്തപ്പോ മേത്തോട്ട് ചിലവര് അങ്ങനെ പണി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഓണത്തിനും വീട്ടിൽ സദ്യ ഒന്നും ഉണ്ടാക്കലില്ല? ഇല്ല, ഈ ഓണത്തിന് എനിക്ക് ഉത്രാടത്തിന് തിരുവല്ല, പിന്നെ തിരുവനന്തപുരം പ്രോഗ്രാംസ്. ഇത് ഓഫായില്ലേ? അയ്യോ, ഇത് പായസം കഴിഞ്ഞിട്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത് ബലൂൺ വീർത്ത് ബ്രൗൺ കളറൊക്കെ ആയി. അപ്പൊ ഞാൻ ചൂടൊന്ന് കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുള്ള ഗ്യാസാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് വിശേഷം. എന്തൊക്കെയാണ് മെഹറിന്റെ ഓണം? എന്റെ ഓണം ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുക, ഇങ്ങനെ ജീവിക്കുക. ഓണത്തിന്റെ അല്ല ചേച്ചി, അപ്പം നിങ്ങളിപ്പോ സദ്യ ഒന്നും അങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല അല്ലെ?
എന്നാലും ചേച്ചി പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ആലോചിക്കുമ്പോ ഈ ഓണം എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ മുതലുള്ള എന്റെ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ എന്റെ 10th വരെ തൃക്കാക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് എറണാകുളത്ത് തൃക്കാക്കര, അവിടെയാണ് കേരളത്തിലാകെ ഉള്ള വാമനമൂർത്തി ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഓണത്തിനാണ് ഉത്സവം. ഓണത്തിനാണ് ഉത്സവം. അത്തത്തിനന്ന് കൊടിയേറി തിരുവോണത്തിനന്ന് കൊടിയിറങ്ങും. അപ്പോ എന്റെ ഓർമ്മക്കാലം മുതൽ ഓണം എന്ന് പറയുന്നത് ആ അമ്പലവും ഉത്സവവും ആനകളും, പിന്നെ ഞാൻ ആ അമ്പലത്തിൽ തന്നെയാണ് അരങ്ങേറിയത്, 3 വയസ്സിൽ അരങ്ങേറിയത്. എന്റെ ഡാൻസും പാട്ടും അവിടെ തന്നെയാണ് ഞാൻ അരങ്ങേറിയത്. അപ്പൊ അത് ഈ ഉത്സവത്തിനൊക്കെയാ. ഉത്സവം വരുമ്പോ നമ്മൾ അന്ന് പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെയാണ് ഞാൻ അവിടെ അരങ്ങേറിയതും ഒക്കെ. കലാമണ്ഡലം സുധി ടീച്ചറിന്റെ പിന്നെ പാട്ടാണേലും ആർവി ദിവാകരൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പൊ ഓണം എന്ന് പറയുന്നത് ആ അമ്പലവും അവിടുത്തെ ഉത്സവവും അവിടുത്തെ സദ്യയും തൊട്ടടുത്താണ്. അമ്പലത്തിന്റെ തൊട്ടടുത്ത് ആണ് വീട് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഉത്രാടത്തിന് സദ്യ ഉണ്ട്, ഓണത്തിന് സദ്യ ഉണ്ട്. അപ്പൊ ശരിക്കും ആ പ്രദേശത്തുള്ളവരെല്ലാവരും ഓണം സദ്യ എന്ന് പറയുമ്പോ അമ്പലത്തിലുള്ള ഒരു ഉത്സവവുമാണ്, പകൽപ്പൂരം ഒക്കെ ഉണ്ടാവും. അന്ന് ഞങ്ങളുടെയൊക്കെ ചെറുതിലെ 7 ആന ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ഒരു മെയിൻ ആന ഉണ്ടായിരുന്നു ശശിയാന എന്ന് പറഞ്ഞിട്ട്. ശശിയാന ഇപ്പൊ ചെരിഞ്ഞു. ഈ ആനയുടെ വാല തൂങ്ങി നടക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. പിന്നെ ഉള്ള നമ്മുടെ പെട്ടിക്കടകള്, ബലൂണ്, കമ്മൽമാല, അങ്ങനത്തെ ഇതൊക്കെ. അപ്പൊ ഓണം എന്ന് പറയുന്നത് മൊത്തം ഒരു ഉത്സവമായിരുന്നു. ദീപാരാധന കഴിഞ്ഞാല് പിന്നെ പ്രോഗ്രാംസ് ആയി. അങ്ങനെ കൊച്ചിലെ തൊട്ട് ഓണത്തിന്റെ സമയം ഫുൾ പ്രോഗ്രാംസ്. അവിടെ ഉത്സവത്തിലാണ് എപ്പോഴും ഓണം എന്ന് പറയുന്നത്. ഈ തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ 10th കഴിഞ്ഞ് 8th പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നെ 10th വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പനമ്പിളേറിലേക്ക് മാറി. അപ്പൊ പിന്നെ പയ്യെ ഷോസ് എല്ലാം ചെയ്തപ്പോ മെഹറൊക്കെ ചെയ്യുമ്പോൾ ആങ്കറിങ്സും ഇതെല്ലാം ചെയ്തു തുടങ്ങി. പിന്നെ പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ ഹരിശ്രീയിൽ പാടാൻ തുടങ്ങി. പിന്നെ ഡാൻസ് ടീം ആണെങ്കിലും എറണാകുളത്തുള്ള ഡാൻസ് ടീം ഇപ്പൊ താണ്ഡവ് അന്ന് ക്ലാസ്സിൽ വന്നിരുന്നു. അപ്പൊ അതിലുള്ള പ്രോഗ്രാംസുകളൊക്കെ ഞാൻ ട്രൂപ്പിൽ വർക്ക് ചെയ്തു തുടങ്ങി. പിന്നെ ഫുൾ ഓണം ഫെസ്റ്റിവൽ സീസൺ, ഓണം, ക്രിസ്മസ്, വിഷു ഏതായാലും സ്റ്റേജിൽ തന്നെ. അപ്പൊ ചേച്ചി ഈ ലേസും ഈ നമ്മുടെ ഈ മിച്ചറൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ചേച്ചി ഡയറ്റും എല്ലാം എങ്ങനെയാ നോക്കുന്നത്? അതൊക്കെയാണ് ഇപ്പോഴത്തെ ഡയറ്റ്. ലേസോ അല്ല, ഇടയ്ക്ക് നല്ല ഡയറ്റ് ഉണ്ടായിരുന്നു. നല്ല മെലിഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഭയങ്കരമായിട്ട് ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ഇത് മാറ്റം മറിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഡയറ്റ് ഒന്നുമില്ല. ഇപ്പൊ അത്യാവശ്യം നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ അങ്ങനെ ഡയറ്റ് എടുക്കാനുള്ള. പിന്നെ അമ്മമാരുള്ളപ്പോ ഒരിക്കലും ഡയറ്റ് എടുക്കാൻ പറ്റില്ല അല്ലെ. ഒരമ്മമാരുടെ മുമ്പിലും നമുക്ക് ഡയറ്റിന് വരെ പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പുറകെ നടക്കും, നമ്മളപ്പൊ കഴിച്ചു പോകും. അപ്പൊ ഡയറ്റ് ഒക്കെ കണക്കാ. പിന്നെ ഞാനങ്ങനെ ഒത്തിരി അങ്ങനെ വാരി വിളിച്ച് കഴിക്കത്തില്ല. സമയത്ത് കഴിക്കും. പക്ഷെ ഒന്നും കഴിക്കില്ല. ഒരു ഇഡലി, ഒരു ദോശ, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടില് എപ്പോഴും ഇടി ഉണ്ടാവുന്നതും ഭക്ഷണത്തിന്റെ പേരിലാണ്. കഴിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് ഇടി ഉണ്ടാവുന്നത്. അമ്മ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ അത് കഴിക്കില്ല എന്നുള്ളതിനാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇടി. ഇതാർക്കും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ? അത് കാരണം ഞാൻ പോകാറില്ല. പാല് തിളച്ച്, അത്യാവശ്യം നല്ല നല്ല തിളച്ച് ഈ പാൽ ഇങ്ങനെ തിളയ്ക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ബോംബെയിലൊക്കെ പോകുമ്പോഴൊക്കെ ബദാം മിൽക്ക് അത് അവിടെ മാത്രം കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത. മിക്ക കടകളുടെ ഫ്രണ്ടിൽ അവര് മറ്റേ ഈ വലിയൊരു ഉരുളിയല്ല, അതിന് വേറെ എന്തോ ഒരു പേരാ പറയുന്നത്. അതിന്റെ അകത്ത് ഇങ്ങനെ കിടന്ന് ബദാം മിൽക്ക് എന്ന് പറയുമ്പോ ഹോട്ട് ബദാം മിൽക്ക് ഇങ്ങനെ വെച്ചാൽ അതാണ് എന്റെ ഒരു ഓർമ്മ. കൈ കൊള്ളും. ഓക്കെ, അപ്പൊ നമ്മളുടെ അട ഇട്ടു. ഇൻസ്റ്റന്റ് മിക്സ് ആണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് പാലിലേക്ക് അങ്ങ് ഇട്ടു. അതും തിളക്കണം അല്ലെ. തിളക്കാൻ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇളക്കി കൊടുക്കുക. അതെ അതെ. അപ്പൊ എല്ലായിടത്തും ചെല്ലും. അതുകൊണ്ടാണ് എല്ലാവരും ശ്രീ എന്ന് എഴുതണം എന്ന് പറയുന്നത്. കാരണം മൊത്തം ഐശ്വര്യം വരും. അപ്പൊ സാധനം മൊത്തത്തിൽ ടിപ്പ് ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നേ. അത് കുറച്ച് കാരണന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചറിയാൻ പറ്റും. അത് വേറൊന്നല്ല, ഈ ശ്രീ എന്ന് പറയുമ്പോ എല്ലായിടത്തും ആവും. അപ്പൊ അത് കഴിക്കുമ്പോ നല്ല സന്തോഷമായിരിക്കും. അപ്പൊ സന്തോഷം വരുമ്പോ ഐശ്വര്യം വന്നു.